നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഉമ്മുലസമിലെ ബ്ലോക്ക് 333-ൽ 128 ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നതിനുള്ള ടെൻഡർ ആരംഭിച്ച് ബഹ്റൈൻ ഭവന നഗരാസൂത്രണ മന്ത്രാലയം. ബഹ്റൈൻ ഗവൺമെന്റ് ലാൻഡ് ഡെവലപ്മെന്റ് റൈറ്റ്സ് പ്രോഗ്രാം വിപുലീകരിക്കുന്നതിനുള്ള കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരമാണ് പദ്ധതി. 8000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയുള്ള ഈ പദ്ധതിയിൽ 200 ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള ആധുനിക സൌകര്യങ്ങളോടുകൂടി യൂണിറ്റുകൾ ഉൾപ്പെടെയാണ് നിർമ്മിക്കുക. സൽമാനിയ ചെമ്പഴന്തി കുടുംബ യൂണിറ്റിന്റെ 2024-25 പ്രവർത്തന കാലഘട്ടത്തിലേക്കുള്ള ഏരിയ യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനം മാർച്ച് 21 വെള്ളിയാഴ്ച വൈകിട്ട് 7:30 SNCS സിൽവർ ജൂബിലി ഹാളിൽ സംഘടിപ്പിച്ചു. പ്രമുഖ വ്യവസായിയും മെട്രോ ഗ്ലാസ് കമ്പനി ഉടമയുമായ ഗണേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ഏരിയ സെക്രട്ടറി അങ്കിത് സ്വാഗതവും ഏരിയ കൺവീനർ അരുൺ കുമാർ B അധ്യക്ഷതയും വഹിച്ചു. SNCS ചെയർമാൻ കൃഷ്ണകുമാർ D, ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് MS, ഏരിയ കോർഡിനേറ്റർ സുനി സുശീലൻ, രക്ഷാധികാരി അജിത് കുമാർ K എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും പിങ്ക് ബാങ്ക് ബഹ്റൻ അവതരിപ്പിച്ച കരോക്കെ ഗാനമേളയും ചടങ്ങിനോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. രാജേഷ് പെരുങ്കുഴി പരിപാടിയുടെ മുഖ്യ അവതാരകനായി പങ്കെടുത്തു. SNCS അസിസ്റ്റന്റ് സെക്രട്ടറി ഷൈൻ C നന്ദി രേഖപ്പെടുത്തി. മുഹറക് മലയാളി സമാജം ഇഫ്താർ സ്നേഹനിലാവ് ഇഫ്താർ സംഗമം ഒരുക്കി. മുഹറക് സയ്യാനി ഹാളിൽ നടന്ന സംഗമത്തിൽ 1000-ഓളം ആളുകളാണ് പങ്കെടുത്തത്. ജാതി മത രാഷ്ട്രീയ വിഭാഗീയതയ്ക്ക് പുറമെ മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും ഐക്യവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുന്ന പരിപാടിയാണ് ഇഫ്താർ സംഗമങ്ങളെന്ന് റമദാൻ സന്ദേശത്തിൽ ജമാൽ നദ്വി ഇരിങ്ങൽ പറഞ്ഞു. നാട്ടിൽ വിദ്യാർത്ഥി യുവതലമുറകളെ കാർന്നു തിന്നുന്ന മയക്കുമരുന്ന് മാഫിയക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസിഡന്റ് അനസ് റഹീം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അബ്ദുൽ മൻഷീർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നാട്ടിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ പ്രവാസ ലോകവും ജാഗ്രത പാലിക്കണമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ പ്രസിഡന്റ് അനസ് റഹീം പറഞ്ഞു. SNCS പ്രസിഡന്റ് കൃഷ്ണകുമാർ, ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഗോപിനാഥ് മേനോൻ, ICF പ്രതിനിധി അബ്ദുൽ സമദ് എന്നിവർ സംസാരിച്ചു. ബഹ്റൈൻ ദേശീയ ക്രിക്കറ്റ് ടീമിൽ അംഗമായ MMS കുടുംബാംഗമായ ബാസിം അബ്ദുൽ ഹക്കീമിനെ ചടങ്ങിൽ അനുമോദിച്ചു. സെക്രട്ടറി സുനിൽ കുമാർ, ട്രഷറർ ശിവശങ്കർ, ചാരിറ്റി വിംഗ് കൺവീനർ പ്രമോദ് കുമാർ വടകര, ഉപദേശക സമിതി ചെയർമാൻ ലത്തീഫ് K, മുൻ പ്രസിഡന്റുമാരായ അൻവർ നിലമ്പൂർ, ഷിഹാബ് കറുകപ്പുത്തൂർ, ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. വിശുദ്ധ റമദാൻ ആത്മവിശുദ്ധിക്ക് എന്ന ശീർഷകത്തിൽ നടന്നുവരുന്ന റമദാൻ ക്യാമ്പയിന്റെ ഭാഗമായി ICF മുഹറക് റീജിയൻ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. മുഹറക് സൂക്കിലെ വ്യാപാരികളും തൊഴിലാളികളും അടക്കം നിരവധി ആളുകളാണ് ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തത്. മുഹറക് സുന്നി സെന്ററിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ പാടന്തറ മർക്കസ് ഡയറക്ടർ ഷറഫുദ്ദീൻ സഖാഫി റമദാൻ സന്ദേശം നൽകി. ICF ഇന്റർനാഷണൽ കൌൺസിലർ KC സൈനുദ്ദീൻ സഖാഫി, നാഷണൽ പബ്ലിക്കേഷൻ സെക്രട്ടറി അബ്ദുസമദ് കാക്കടവ് എന്നിവർ സംബന്ധിച്ച പരിപാടിക്ക് റീജിയൻ ഭാരവാഹികൾ നേതൃത്വം നൽകി. പാചക ജോലിക്കായി ബഹ്റൈനിലെത്തിയ അസുഖബാധിതനായി ജോലിയും വിസയുമില്ലാതെ ദുരിതത്തിലായ മാഹി സ്വദേശിയെ MM ടീം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഫൈനുകൾ ക്ലിയർ ചെയ്ത് വിമാന ടിക്കറ്റും അവശ്യ സാധനങ്ങൾ അടങ്ങിയ ഗൾഫ് കിറ്റും നൽകി യാത്രയാക്കി. ഈ നന്മ നിറഞ്ഞ പ്രവൃത്തിയിൽ പങ്കാളികളായ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നുവെന്ന് MM ടീം ഭാരവാഹികൾ അറിയിച്ചു. BMC ന്യൂസിലെ ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.
BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഗാസ മുനമ്പിലെ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഗാസ മുനമ്പിൽ ഇസ്രായേൽ ബോംബാക്രമണം പുനരാരംഭിച്ചതിൽ താൻ ദുഃഖിതനാണെന്നും അദ്ദേഹം പറഞ്ഞു. അടിയന്തരമായി ആയുധങ്ങൾ താഴെവെച്ച് സമാധാന ചർച്ച പുനരാരംഭിക്കാനുള്ള ധൈര്യം കാണിക്കണമെന്നും മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. റോമിലെ ആശുപത്രി വിടും മുൻപ് പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥന നടത്തിയെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന പോപ്പ് കഴിഞ്ഞ ദിവസമാണ് ആശുപത്രി വിട്ടത്. പൂർണ്ണ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. റോമിലെ ജമല്ലി ആശുപത്രിയിലെ ബാൽക്കണിയിലെത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ പൊതുജനത്തെ കൈവീശി അഭിവാദ്യം ചെയ്തിരുന്നു. കാനഡയിൽ പൊതു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി മാർക്ക് കാർണി. ഏപ്രിൽ 28-നാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. ജസ്റ്റിൻ ട്രൂഡോയുടെ പിൻഗാമിയായി ചുമതലയേറ്റ് 2 ആഴ്ചയ്ക്കുള്ളിലാണ് പാർലമെന്റ് പിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചത്. ഗവർണർ ജനറൽ മേരി സൈമണുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. പാർലമെന്റ് പിരിച്ചുവിടാനുള്ള ആവശ്യവും ഗവർണർ അംഗീകരിച്ചു. US കാനഡ വ്യാപാര യുദ്ധത്തിനിടെയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമെന്നതും ശ്രദ്ധേയമാണ്. കാനഡയെ US-നോട് കൂട്ടിച്ചേർക്കാനുള്ള ട്രംപിന്റെ നീക്കത്തോടും കാനഡയ്ക്കെതിരായ തീരുവ വർധനകളും വോട്ടുകളാക്കാനാണ് കാർണിയുടെ ശ്രമം. കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്കുള്ള സർവീസുകളിൽ 5 ഇരട്ടി വരെ വർധനവ് വരുത്തി. സ്കൂൾ, മധ്യവേനൽ അവധി, പെരുന്നാൾ, വിഷു എന്നിവ മുന്നിൽ കണ്ടാണ് ടിക്കറ്റ് നിരക്ക് വർധന. പ്രവാസികൾ കൂടുതലുള്ള ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ്, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഗൾഫ് സെക്ടറുകളിലേക്കുള്ള യാത്രാ നിരക്കിൽ വൻ വർധനവാണ് വന്നിട്ടുള്ളത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ദുബായ് കോഴിക്കോട് നിരക്ക് 21,000 രൂപയായിരുന്നത് 39,921 രൂപയായി. വിഷുദിനത്തിൽ ടിക്കറ്റ് ലഭ്യമാണെങ്കിലും ഇൻഡിഗോ അടക്കമുള്ള വിമാന കമ്പനികൾ 43,916 രൂപയാണ് ഈടാക്കുക. കോഴിക്കോട് ദുബായ് നിരക്കും 4 ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭിച്ചിരുന്നത് ഇപ്പോൾ വൻ വർധനവാക്കിയാണ് ഉയർത്തിയിരിക്കുന്നത്. നെടുമ്പാശ്ശേരി, കണ്ണൂർ, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ നിന്ന് ഗൾഫ് സെക്ടറിലേക്കുള്ള നിരക്കിലും വർധനവുണ്ട്. കേരള സംസ്ഥാന BJPയെ ഇനി രാജീവ് ചന്ദ്രശേഖർ നയിക്കും. രാജീവ് ചന്ദ്രശേഖറിനെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി കേരളത്തിന്റെ സംഘടനാ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം പ്രകാശ് ജാവേദ്കറാണ് കോർ കമ്മിറ്റിയിൽ മുന്നോട്ട് വെച്ചത്. നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഇന്നലെയാണ് രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തുടർന്ന് ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന കൌൺസിലിൽ രാജീവ് ചന്ദ്രശേഖറിനെ സംസ്ഥാന അധ്യക്ഷനായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു. സംസ്ഥാന അധ്യക്ഷനാകുന്ന രാജീവ് ചന്ദ്രശേഖറിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് പ്രഹ്ലാദ് ജോഷി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. ഐകകണ്ഠേനയാണ് രാജീവ് ചന്ദ്രശേഖറിനെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തതെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേരളത്തിൽ അധികാരത്തിലെത്താനാകട്ടെ എന്നും പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.